ഇതാ അടുത്തൊരു ഫാമാണ്. ഈ ഫാമിനകത്ത് ഓർഗാനോ എന്ന് പറഞ്ഞ സംഭവമാണ് നട്ടിരിക്കുന്നത്. ഓർഗാനോയെക്കുറിച്ച് എനിക്കറിയത്തില്ല, എൻ്റെ കൂട്ടുകാരൻ പറയുന്നു. ഇത് ഓർഗാനോ എന്ന് പറഞ്ഞ ലീഫാണ്. ഇത് നമ്മൾ കൂടുതൽ ഫുഡിനകത്തൊക്കെ ഉപയോഗിക്കുന്നൊരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയത്. സ്പൈസസ് പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. കൂടുതലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഈ സാധനം നമ്മൾ വാറ്റിയെടുത്തൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഓയിൽ എടുക്കാറുണ്ട്. ഈ ഓയിൽ നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര ഗുണം ചെയ്യുന്നൊരു സംഭവമാണ്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതും വിദേശത്തേക്ക് പോകുന്ന ഒരു സലാഡാണ്. സലാഡിൽ ഉപയോഗിക്കുന്ന ഇതൊന്ന് കട്ട് ചെയ്യണ കാണിച്ചു തരാമോ? എല്ലാം കട്ടിങ്ങും ഒരേപോലെ തന്നെയാണ്. എന്നാലും ഇതിൻ്റെ സ്മെല്ല് നോക്കി. ഇത് കിടക്കാച്ച സ്മെല്ലാണല്ലോ. ഇതൊരു വയറുവേദന മരുന്നില്ല. ഇത്ര കണ്ണ ഉലുവയുടെ ചിരി അങ്ങോട്ടത്. ഉലുവയാ? നമുക്കെന്നാ അതും കൂടെ കണ്ടാലോ. ഇത് മതിയോ? സലാഡിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ഉലുവയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഉലുവ കേട്ടോ. ഉലുവ നട്ടിരിക്കുന്നതാണോ? അതെ, ഉലുവയുടെ ഇലയ്ക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഇത് നട്ടേക്കുന്നത്. ഓക്കെ, ഇതാണോ? ഉലുവയ്ക്ക് വേണ്ടിയിട്ടല്ല, ഉലുവയുടെ ഇല മാത്രമായിട്ട് സലാഡുകൾക്ക് ഉപയോഗിക്കാനായിട്ട്. നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ ഹിന്ദിയിലൊക്കെ പറയുകയാണെങ്കിൽ കസൂരി മേത്തി എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഇംഗ്ലീഷിൽ എനിക്ക് ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. ഇവിടെ തായ്ലൻഡുകാരൊക്കെ പറയുന്ന മലയാളം എന്നുള്ള പേരാണ് ഇവർ ഇതിനകത്ത് പറയുന്നത്. അതും അതേ രീതി തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഭയങ്കര സ്മെല്ലാട്ടോ. നല്ല ഈ ഔഷധത്തിൻ്റെയൊക്കെ നമ്മളൊരു ഔഷധ കടയിൽ ചെന്നിട്ടുള്ള എല്ലാ അങ്ങാടി മരുന്ന് കടയൊക്കെ ഇല്ലേ, അവിടെ ചെന്ന് നമുക്ക് കിട്ടുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, അതുപോലത്തെ സ്മെല്ലാണ് ഇതിനൊക്കെ വരുന്നത്. നല്ല അടിപൊളി സ്മെല്ലാണ്. ജലദോഷവും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോകും. അതേപോലത്തെ സ്മെല്ലാണ് അതിനകത്ത്. കിട്ടിക്കാച്ച സ്മെല്ല്.